അപ്പൊ മക്കളെ ഇപ്പോ നെയ്മർ കപ്പടിക്കോ? അടിക്കും. ഫിഫ ലോകകപ്പ് എന്നും ആവേശത്തോടെയും ആരവത്തോടെയും സ്വീകരിക്കുന്ന മണ്ണാണ് കേരളം. പ്രത്യേകിച്ച് മലബാർ മേഖലകളിൽ അതിൻ്റെ ആവേശം 10 മടങ്ങാണ്. ആവേശ കൊടുമുടിയിൽ എത്താറുണ്ട് മലബാർ മേഖല. മലപ്പുറവും കോഴിക്കോടും പോലെ തന്നെ പാലക്കാട്ടും ആവേശം ഒട്ടും കുറവല്ല. അതിൽ ഇത്തവണ ആവേശം തുടക്കം കുറിച്ചിരിക്കുന്നത് കോങ്ങാടിൻ്റെ മണ്ണിൽ നിന്നാണ്. കോങ്ങാട് കൊട്ടശ്ശേരിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ അർജന്റീനയുടെ 160 അടി നീളമുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിരുന്നു. അത് ഫ്ലെക്സ് സ്ഥാപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടെ വാർത്താ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ഇടം പിടിച്ചിരുന്നു. അപ്പോൾ അതിന് എതിരായി അതിന് വെല്ലുവിളിച്ചുകൊണ്ട് 182 അടി നീളമുള്ള ഫ്ലെക്സ് ആണ് ബ്രസീൽ ആരാധകർ ഇപ്പോൾ അതേ തൊട്ടടുത്ത്, അതായത് അർജന്റീന ആരാധകർ സ്ഥാപിച്ച ഫ്ലെക്സിന് തൊട്ടടുത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അവർ വെല്ലുവിളിച്ചുകൊണ്ടാണ് 182 അടിയുടെ ഫ്ലെക്സ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് ഈ നാട്ടിലെ ഒരു കൂട്ടം ബ്രസീൽ ആരാധകർ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. നെയ്മറിന്റെ ചിത്രമുണ്ട്, അതുപോലെ തന്നെ ബ്രസീലിന്റെ എല്ലാ താരങ്ങളുടെയും ചിത്രവും അതുപോലെ തന്നെ മാസ് ഡയലോഗൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ നീളത്തിലുള്ള 182 അടി നീളമുള്ള ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. അതിൽ വലിയ മാസ് ഡയലോഗ് ഉണ്ട്, നെയ്മർ ഉണ്ട്, മറ്റ് ബ്രസീലിലെ താരങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു കൂട്ടം ബ്രസീൽ ആരാധകരാണ് ഇതിന് പിന്നിൽ. എന്തായാലും അവർ നമുക്കൊപ്പം ഇവിടെ ഉണ്ട്. ഇപ്പോൾ ബ്രസീൽ ആരാധകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത്തരത്തിൽ ചേട്ടാ, ഇത് നിങ്ങൾ എത്ര പേര് ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇവിടെ ഞങ്ങളൊരു 10-25 ആൾക്കാരാണുള്ളത്. അതിലൊരു 8-9 ആൾക്കാരും ഗൾഫിലുള്ള ആൾക്കാരാണ്, പ്രവാസികളാണ്. അവരാണ് മെയിനായിട്ട് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഞങ്ങളിവിടെ ജസ്റ്റ് നോക്കി നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പ്രവാസികളാണ് ഇതിന് പിന്നില് പ്രവാസികൾ തന്നെയാണ്. അപ്പോ അർജന്റീനക്ക് ഒരു വെല്ലുവിളി ആയിക്കൊണ്ട് തന്നെയാണ് 182 അടി തന്നെ നിങ്ങൾ സ്ഥാപിച്ചു അല്ലെ? ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 150 വെച്ചതാണ്. അതിൽ 10 അടി അവർക്ക് ഇപ്രാവശ്യം 4 കൊല്ലം കൊണ്ട് 10 അടി അവർക്ക് കൂട്ടാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഇപ്രാവശ്യം വെച്ച് 182 അടിയാണ് വെച്ചത്. അപ്പോ ഇത്തവണ ബ്രസീൽ ഉറപ്പായും കപ്പ് തൂക്കും തന്നെയാണ്. ഉറപ്പായിട്ടും ബ്രസീൽ ഇപ്രാവശ്യം കപ്പ് തൂക്കിയിരിക്കും. നെയ്മറിന്റെ കൈകളിൽ കപ്പ് ഉണ്ടാവും, എന്തായാലും കപ്പ് ഉണ്ടാവും. കഴിഞ്ഞ തവണ മെസ്സി തൂക്കിയതിനേക്കാളും ഉഷാറായിട്ട് ഇപ്രാവശ്യം നെയ്മർ തൂക്കിയിരിക്കും. നമുക്ക് വേണ്ടി എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാ സുഹൃത്തുക്കളും ബ്രസീലിന്റെ കടുത്ത ആരാധകരാണ്, കട്ട ഫാൻസ് ആണ്, എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ചിയറപ്പ്. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. വിവാ വിവാ വിവാ. ഇനി അർജന്റീന ആരാധകർ ഇതിലും വലിയൊരു ഫ്ലെക്സ് സ്ഥാപിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വെക്കൂല. ഇതിലും വലുത് അവർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽക്കും വലുത് ഞങ്ങളോട് വെച്ചിരിക്കും. ഉറപ്പാണ്. അർജന്റീന 160 അടി ഫ്ലെക്സ് സ്ഥാപിച്ചപ്പോൾ അതിന് വെല്ലുവിളിച്ചുകൊണ്ട് 182 അടി ഫ്ലെക്സ് ആണ് ബ്രസീൽ ആരാധകർ സ്ഥാപിച്ചിട്ടുള്ളത്. അവർ ഇപ്പോൾ ഇപ്പോഴാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ബ്രസീൽ ആരാധകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു വെല്ലുവിളിയായിട്ട് 182 അടി തന്നെ സ്ഥാപിച്ചു. 182 അടി ഞങ്ങൾക്ക് സ്ഥലപരിമിതി കുറച്ച് ഇതുള്ളത് കൊണ്ടാണ് 182 അടിയിൽ ഒതുങ്ങിയത്. ഇതൊക്കെ മേലെ അവർ വെക്കുകയാണെങ്കിൽ 500 അടി നീട്ടാൻ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വെച്ചിരിക്കും. 500 അടി വെക്കാനുള്ള എല്ലാ സജ്ജീകരണവും ഞങ്ങൾക്ക് തയ്യാറാണ്. CD ഫാം കൊട്ടശ്ശേരി പ്രവാസികൾ ഞങ്ങളുടെ കൂടെ ഒറ്റ സ്ട്രോങ്ങിൽ 100% അവർ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇവിടെ അർജന്റീന ആരാധകരാണോ അതോ ബ്രസീൽ ആരാധകരാണോ കൂടുതൽ? ബ്രസീൽ ആരാധകരാണ് കൂടുതലും, ബ്രസീൽ ഫാൻസ് ആണ് കൂടുതലും. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും പിരിച്ചെടുത്തിട്ടുള്ള പൈസയാണോ ഈ ഫ്ലെക്സ്? പ്രവാസികളാണ് ഞങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് കൂടുതലുള്ളത്. CD ഫാം കൊട്ടശ്ശേരി പ്രവാസികളാണ്. ബാക്കി ഞങ്ങൾ ഇങ്ങനെ അണിയറ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്ത് ഞങ്ങളിതിനെ ഇതാക്കണു. പിന്നെ കപ്പടിക്കുമെന്നുള്ള നല്ല ആത്മവിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ട്. കപ്പടിക്കും പ്രാവശ്യം തേഞ്ഞം. നമുക്ക് ആ ഫ്ലെക്സിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാം പ്രേക്ഷകർക്കായിട്ട്. 182 അടിയുടെ ഒരു കൂറ്റൻ ഫ്ലെക്സ് ആണ് കോങ്ങാട് കൊറ്റശ്ശേരിയിലെ പാതയോരത്ത് ഇവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അർജന്റീനയുടെ 160 അടിയുടെ ഫ്ലെക്സ് ഉള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് 182 അടിയുടെ വലിയൊരു ഫ്ലെക്സ് ബ്രസീൽ ആരാധകർ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. ബ്രസീലിന്റെ താരങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ വലിയ മാസ് ഡയലോഗൊക്കെ എഴുതിയിട്ടാണ് ഈ ഫ്ലെക്സ് ഇവർ സ്ഥാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ എഴുതി വെച്ച ചരിത്രത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഏറെയുണ്ട് എന്നുൾപ്പെടെയുള്ള വലിയ ഒരു മാസ് ഡയലോഗൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഫ്ലെക്സ് ഇവർ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും അവർ അതിൻ്റെ ആവേശത്തിലാണ്, ബ്രസീലിൻ്റെ പതാകയ്ക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു ആവേശത്തിലാണ്. അതിൽ കുട്ടികളുണ്ട്, അതുപോലെ തന്നെ മുതിർന്ന ആളുകളുണ്ട്. ഈ നാട് ഒന്നടങ്കം ഇപ്പോൾ ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിലാണ്. അപ്പൊ മക്കളെ, ഇപ്പോ നെയ്മർ കപ്പടിക്കോ? അടിക്കും. ഉറപ്പായി അടിക്കും. പ്രാവശ്യം നെയ്മറിനാണ് കപ്പ്. നെയ്മർ കപ്പ് തൂക്കും. നെയ്മർ കപ്പ് തൂക്കുന്ന പ്രതീക്ഷ.
അപ്പൊ കോങ്ങാട്ടെ ഫ്ലെക്സ് യുദ്ധം തീരുന്നില്ല. കടുത്ത മത്സരത്തിൽ തന്നെയാണ് കോങ്ങാട്ടെ ഫുട്ബോൾ ആരാധകർ ഉള്ളത്. ഇതിലും വലിയൊരു ഫ്ലെക്സ് സ്ഥാപിച്ചാൽ അതിലും വലുത്, ഇതിലും മീതെ ഒന്ന് വെക്കുമെന്ന് തന്നെയാണ് ബ്രസീൽ ആരാധകർ പറയുന്നത്. ഇനി അർജന്റീന ആരാധകർ ഇതിനുള്ള മറുപടി നൽകുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഷാരിഖ് നവാസ്, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.